എറണാകുളം തേവര കുണ്ടന്നൂർ പാലത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണമില്ല. അറ്റകുറ്റപ്പണികൾക്കായി ഇന്നലെ രാത്രി മുതൽ ഞായറാഴ്ച വരെ പാലം അടച്ചിടാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും മഴ തുടരുന്ന സാഹചര്യത്തിൽ മാറ്റിവെക്കുകയായിരുന്നു. കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണി ആരംഭിക്കാനാണ് തീരുമാനം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, കാലാവസ്ഥ പ്രതികൂലമാണ് എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇന്ന് പണികൾ ആരംഭിക്കാനുള്ള സാഹചര്യമുണ്ടോ ആ മേഖലയിൽ? രഞ്ജിത്ത്, കഴിഞ്ഞ രണ്ടാഴ്ചയായി തന്നെ മരട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ കുണ്ടന്നൂർ പാലം, അതായത് കുണ്ടന്നൂർ തേവര പാലത്തിലൂടെയുള്ള ഗതാഗത നിയന്ത്രണത്തിന്, അതിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗത നിയന്ത്രണത്തിന് തയ്യാറെടുക്കുന്നുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപ് തന്നെയാണ് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാപറമ്പിലിന്റെ നേതൃത്വത്തിൽ ഈ ACP രാജ്കുമാറിന്റെയും ആന്റണി ആശാപറമ്പിലിന്റെയും നേതൃത്വത്തിൽ ട്രാഫിക് മേധാവികളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടിയത്. ആ യോഗത്തിലായിരുന്നു കുണ്ടന്നൂർ തേവര പാലം അടച്ചിട്ട് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്ന് തീരുമാനമുണ്ടായത്. പക്ഷേ മഴ പ്രതികൂലമായത്, അത് കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന്, അല്ലെങ്കിൽ കനത്ത മഴയെ തുടർന്ന് ഈ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ 9-ാം തീയതിയായിരുന്നു തീരുമാനിച്ചിരുന്നത് 2 ദിവസത്തേക്ക് അടച്ചിടണം. രാത്രി 11 മണി മുതലുള്ള സമയം തുടർന്ന് 2 ദിവസത്തേക്ക് അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട പാലം അടച്ചിടുമെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ആ സമയത്തും ഇതുപോലെ കാലാവസ്ഥ പ്രതികൂലമായി നിന്നു. അതുകൊണ്ട് തന്നെ അതുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ പിന്നീട് 2 ദിവസത്തിന് ശേഷമാണ് ഇന്നലെ മുതൽ, അതായത് 12-ാം തീയതി രാത്രി മുതൽ 11 മണി മുതൽ 2 ദിവസത്തേക്ക് പാലം അടച്ചിടും, തിങ്കളാഴ്ച തുറന്നു കൊടുക്കുമെന്നൊരു തീരുമാനത്തിലെത്തിയിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയും മഴയായിരുന്നു. ശക്തമായ മഴയില്ലെങ്കിൽ പോലും ഇത്തരം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള മഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും മാറ്റിവെക്കുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക്, അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് നിർബന്ധിതപൂർവ്വം നഗരസഭ എത്തേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം ഇത്തരം അറ്റകുറ്റപ്പണികൾ ഈ പറയുന്ന കാലാവസ്ഥയിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ മോശം കാലാവസ്ഥയിൽ ഇത്തരം അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ അതിന് കൂടുതൽ അത് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിന് ആയുസ് ഉണ്ടാകുന്ന ഒരു നിർമ്മാണ പ്രവൃത്തിയിലേക്ക് നീങ്ങില്ല എന്ന് നാഷണൽ അതോറിറ്റിയും ഹൈവേ അതോറിറ്റിയും ചൂണ്ടിക്കാട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പാലം അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, നിർബന്ധിതപൂർവ്വം മാറ്റിവെക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറേണ്ട അവസ്ഥയുണ്ടായത്. എന്തായാലും ഉടൻ അക്കാര്യത്തിൽ തീരുമാനമാകും. കാരണം അതുവഴിയുള്ള യാത്ര അങ്ങേയറ്റം ദുരിതമാണ്. വലിയ കുണ്ടുകളും കുഴികളുമാണ് യാത്ര. അത് മാത്രമല്ല ശക്തമായ ഗതാഗത കുരുക്കാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം വലിയ സഞ്ചാരം, നിരന്തരം സഞ്ചാരം നടക്കുന്ന ഒരു പാത ആയതുകൊണ്ട് തന്നെ, ഇത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ഒരു പാത ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായ ഒരു ഇതായിട്ട് വന്നിരിക്കുകയാണ്, നീടായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്ന തീയതികൾ മാറ്റിവെക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. രഞ്ജിത്ത്, സാഹചര്യം ഏതായാലും കാലാവസ്ഥ പ്രതികൂലമല്ല എങ്കിൽ ഇന്ന് വരും ദിവസങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് ഹൈവേ അതോറിറ്റി എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊരു വാർത്ത,